എല്ലാവർക്കും നമസ്കാരം പ്രിയരെ. ഷൈനിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ചുങ്ക ഇടവയിലെ വിശ്വാസികൾക്ക് ജനങ്ങളോടായിട്ട് പല കാര്യങ്ങളും പറയാനുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇടവയിലെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് തന്നെ പറയാണ്ടിരിക്കുന്നത്, ഇടവയിൽ എല്ലാവരും ഷൈനിയുടെ ഒപ്പമാണ്, ഷൈനിയുടെ മക്കളുടെയും കൂടെയാണ്. ഷൈനിക്ക് മക്കൾക്ക് നീതി ലഭിക്കണം, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താ ചേട്ടാ, സാധാരണ ഇതിനു മുമ്പ് ഇടവിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ പിറ്റത്തെ ഞായറാഴ്ച ഓഫീസ് പൊതുവായിട്ട് ചെല്ലാറുണ്ട്. ഈ അച്ഛൻ വന്നപ്പോൾ അങ്ങനെ ഓഫീസിലെ പൊതുയോഗം കൂടിയിട്ടാണ് ഓഫീസിനെ പറ്റി തീരുമാനത്തിൽ നിന്ന് പൊതുയോഗം ചെയ്യും. ഓഫീസിൽ കോമണായിട്ട് ചുങ്കമ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് തന്നെ പറയാനുള്ളത്. എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഈ ചുങ്കമ്പള്ളിയിൽ ആദ്യമായിട്ടാണ് 3 മൃതദേഹങ്ങൾ ഒന്നിച്ച് സംസ്കരിക്കുന്നത്. അതൊരു ഗാർഹിക പീഡനം മൂലം ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും ജീവിച്ചു കൊതി തീരാത്ത ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളുമാണ് ഈ കഴിഞ്ഞ ആഴ്ച ഈ ദേവാലയത്തിൽ അടക്കപ്പെട്ടത്. ഇതുപോലെ ഒരു സംഭവം ഇനി നമ്മുടെ ഈ ജ്ഞാനായ സമുദായത്തിൻ്റെ ഈ കോട്ടയം രൂപതയുടെ കീഴിൽ ഒരു പള്ളിയിൽ സംഭവിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രൂപത നേതൃത്വവും നമ്മുടെ സമൂഹവും ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിക്കുകയും ഈ മരിച്ചവർക്ക് വേണ്ടി ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളെ ചുങ്ക സ്കൂളുമായി ബന്ധപ്പെട്ട് ഷൈനി ചേച്ചി കൃത്യമായിട്ട് അറിയാമായിരുന്നു. കുറേ നാളുകൾ ഞങ്ങൾ ഒരുമിച്ച് PTA വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിനും ഷൈനി പതുക്കെ PTA മാറാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇവന് ചിലപ്പോൾ ജോലി പോകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകണം, ITC പഠിക്കാം, അതുകൊണ്ടാണ് PTA. പക്ഷേ ഈ ഒരു ഗാർഹിക പീഡനം മൂലമായിരുന്നു മാറണമെന്ന് ആരോടും ഷൈനി ചേച്ചി പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും ഈ സങ്കടത്തിൽ നിന്നോ ഈ തീരാ ദുഃഖത്തിൽ നിന്നോ മാറാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഇടവകയോ രൂപ നേതൃത്വം ഒരു തീരുമാനം എടുക്കാത്തതിനുമില്ല ഇന്ന് ഞങ്ങളൊരു പ്രാർത്ഥന കൂട്ടായ്മ കൂടി നടത്തിയത്. അപ്പം ഞങ്ങളിവിടുന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. ഇനിയും ഒരുമിച്ച് ഇന്നുകൊണ്ട് ഇതിൻ്റെ കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവരണമെന്ന് മാത്രമേ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തത്, തെറ്റുകാരൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു. അപ്പച്ചാ നമസ്കാരം. അപ്പച്ചൻ്റെ നീ ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം. ആദ്യമായിട്ട് തുടങ്ങി വെച്ചതും ചാനൽ വന്നതൊക്കെ ചേരിയിലല്ല, ചേരി വലിയാവൂരിൽ പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ചേരിക്കാരുടെ ഒന്ന് ബന്ധുവാണെന്നേ ഉള്ളൂ. രണ്ട് സെപ്പറേറ്റ് ഉണ്ടല്ലേ? ചേരിയിലും വലിയാവൂരിൽ അവരുടെ വീട്ടുകാർ വലിയപ്പന്മാരായിട്ട് ചേട്ടന്മാർ മക്കളാണ്. കുറ്റം ചെയ്ത് ആരാണ് അവരെ ശിക്ഷിക്കണം. അതിനകത്ത് ഈ പെണ്ണിൻ്റെ വീട്ടുകാരാണെങ്കിലും അമ്മായിപ്പനാണെങ്കിലും ശരി, ആരാണേലും തെറ്റ് ചെയ്ത് ആരാണേലും അവർ ശിക്ഷ അനുഭവിക്കണം. ഇത് കൂട്ടൊരു ഈ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ചുങ്കമ്പള്ളിയുടെ ചരിത്രത്തിൽ 2 കുഞ്ഞു കുട്ടികളെയും വിശുദ്ധമായ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് ആ 2 കുടുംബക്കാർക്കും അതിനകത്ത് കുറ്റക്കാർക്ക് അവരുടെ ഭർത്താവിനോടൊപ്പം തന്നെ. ശരിതാ. ഇതുപോലെ ഒരു ദാരുണ സംഭവം ഉണ്ടായാലും ചുങ്ക ഇടവയ്ക്കുള്ള ദുഃഖം ഒരു വീട്ടിലും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾക്ക്. ഇങ്ങനെയൊരു ദാരുണ സംഭവം ഉണ്ടായതിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷേ ഈ പ്രശ്നം വളരെ നിസ്സാരമായിട്ട് തീർക്കാവുന്ന വ്യക്തികൾ ആ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽ അവരുടെ അലാസത കൊണ്ടാണ് അവർ ഈ പ്രശ്നം മുമ്പോട്ട് പോയത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇത്രയ്ക്കും വഷളാകുന്നില്ലായിരുന്നു. ഏതായാലും തീരെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ അതിനും ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വീട്ടിലും ജനിച്ച വീട്ടിലും അവർക്ക് നീതി കിട്ടിയില്ല. അതിൻ്റെ ആ ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമായിരുന്നു അതുകൊണ്ട് സംഭവിച്ചത്. 2 കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കാന്നാൽ ആ സെക്കൻഡ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് ആ നിമിഷത്തിൽ ആ പിള്ളേരെ പോലും അങ്ങനെ പ്രിപ്പറായിരുന്നു. കാര്യം ആ കുട്ടികളെ പോലും ഒരു TV കാണാനോ മറ്റു കാര്യങ്ങൾക്കോ അവിടെ ശബ്ദം ഉണ്ടാക്കാനോ ഒന്നും സാധിക്കില്ല. ഈ ചെറുപ്പകാലത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരമായ കാര്യമാണ്. അത് കണ്ട് സഹിച്ചിട്ട് ഇനി നാളെ ഈ കുട്ടി തള്ള പോയാലും മക്കൾക്കും അതുണ്ടാകരുത് എന്നുള്ള ആ ഒരു ഇതിലാണ് ഈ കുട്ടികളെ കൂട്ടിപ്പിടിച്ച് നിർത്തി ഓണടിച്ചിട്ടും മാറാതെ അങ്ങനെ നിന്ന് ആ മരണം വരിച്ചത് വളരെ ദാരുണമായ സംഭവം ഉണ്ടായി. മുൻകെടുത്തിട്ടുള്ള ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ള എല്ലാവരെയും ആരെയും നില്ല അതിനു വേണ്ടിയിട്ട് ആരും പക്ഷം പിടിക്കരുത്. അവരെ ന്യായമായിട്ട് ശിക്ഷിക്കേണ്ടതാണ്. താങ്ക് യു. അത് ഞങ്ങളിത് കൂടിയത് തന്നെ ഷൈനി ചേച്ചിക്കും പിള്ളേർക്കും നീതി കിട്ടണം. ആരൊക്കെ അതിന് പിന്നെ പ്രവർത്തിച്ച അവരെല്ലാം വെളിച്ചത്ത് വരണം. അപ്പം അവർ അല്ലെങ്കിൽ ഇത്രയും മോശമായ രീതിയിൽ അവർ പോയി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിനെന്തെങ്കിലും നീതി കറക്റ്റ് ഇവർ തള്ളയാണ് അതിൻ്റെ മെയിൻ ആൾ. അതിൻ്റെ പകരെ ബാക്കി ഉപയോഗിച്ചിരുന്നത് ബോബിയാണ് അതിൻ്റെ 2ാമത്തെ സ്ഥാനം. 3ാമത്തെ സ്ഥാനമാണ് നോബിക്കുള്ളൂ.
നാളുകളായിട്ട് ഞങ്ങൾക്ക് അറിയാമെങ്കിലും ഇത്രയും നാൾ ഞങ്ങളെല്ലാവരും കൈകെട്ടി നോക്കുകുത്തിയെ പോലെ നോക്കി നിൽക്കുന്നു. ഷൈനി പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും തന്നെ, ഞങ്ങൾ അയൽവാസികൾ എല്ലാവർക്കും തന്നെ അറിയായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഷൈനി തന്നെ ആരോടും വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് നാളെ ഇതുവരെ അവൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ഇനി അങ്ങനെയല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ മുമ്പോട്ടിറങ്ങും. ഷൈനിക്കും മക്കൾക്കും നീതി ലഭിക്കുക, യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക, അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ പ്രതിഷേധത്തിൻ്റെ ഉദ്ദേശം. ഷൈനിയെ കാണുമ്പോൾ ഒരു മുഖമൊക്കെ ഒരു നിസ്സഹായ അവസ്ഥയാണ് എപ്പോഴും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ എന്നും ഈ 3-4 വാഴക്കൊല വെച്ച് പിന്നെ സ്കൂട്ടറെ കൊണ്ടു നടക്കുകയും പിള്ളേരെ കൊണ്ടു നടക്കുകയും പിന്നെ ചാച്ചനെയൊക്കെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട്. സഹതാപം തോന്നിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ ഈ പ്രതിഷേധത്തിൻ്റെ മെയിൻ കാരണം ഇത് ഷൈനിക്കും പിള്ളേർക്കും നീതി കിട്ടുക എന്നുള്ള ഒറ്റ ഒരു കാര്യമായി പറയുന്നത്. ഷൈനിയും പിള്ളേരും ഞങ്ങളുടെ കുടാരയോഗത്തിന് ഞങ്ങളുടെ വാർഡിലാണ്. അപ്പോൾ ഞങ്ങളുടെ വാർഡിൻ്റെ ഒരു പ്രതിഷേധമായിട്ട്, വാർഡ് തന്നെയല്ല ഞങ്ങളുടെ സഭയുടെ തന്നെ ഒരു പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ ഇത് നടത്തിയത്. ഷൈനിക്കും പിള്ളേർക്കും നീതി ലഭിക്കണം, അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി. ഇപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ പാടില്ല, അതേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരാണേലും അത് മുഖം നോക്കാതെ നടപടി ഉണ്ടാവണം. സിജി, രാവിലെ പള്ളി വന്നല്ലേ? രാവിലെ പള്ളി വന്നു. ഇന്ന് കുർബാന കഴിഞ്ഞ് ഓഫീസ്, പിന്നെ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന് ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. മുഖം നോക്കേണ്ട കാര്യമില്ല അവിടെ അല്ലേ? മുഖം നോക്കാതെ എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. അതിനോടനുബന്ധിച്ചാണ് ഇന്നിപ്പോൾ ഇവിടെ ഒരു ധാരണ സംഘടിപ്പിച്ചത്. ഓക്കെ സിജി. ഇനി ഒരു കുടുംബത്തിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട്. ഞങ്ങൾ അയൽവാസിയാണ്. ഞാൻ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ്, അയലോക്കമാണ്. ഷൈനി താമസിക്കുന്ന കരിങ്കുന്ന് പഞ്ചായത്തിലാണ്. ഷൈനി പലതവണ നമ്മളോട് പല കാര്യങ്ങളും പറയുകയുണ്ടായി. പക്ഷേ അപ്പോഴെല്ലാം ഷൈനി പറയുന്നത് ഒന്നും ആരോടും പറയരുത് എന്ന് നമ്മളെ വിലക്കിയിരുന്നു. അതിനാൽ എല്ലാം അറിയാമെങ്കിലും നമുക്കൊന്നും പ്രതികരിക്കാൻ നാളിതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു മരണം നടന്നപ്പോൾ ഞങ്ങൾ ഇനി ഷൈനിക്കൊപ്പം ഷൈനിക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങുകയാണ്. ഈ ഇടപെടാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവാത്തതാണോ, അല്ലെങ്കിൽ അവർ എതിർക്കുന്നുണ്ടോ? എന്താണ് ഒന്ന് ഇടപെടാഞ്ഞത്? അവർ അയലോക്കംകാരെല്ലാം ആയിട്ട് വർഷങ്ങളായിട്ട് വൻ ശത്രുതയിലാണ്. അതിൻ്റെ പേരിൽ അവരുടെ വീട്ടിൽ എന്ത് നടന്നാലും ഞങ്ങൾ ആരും അങ്ങോട്ട് എത്തി നോക്കാറില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഷൈനി പോയതിന് ശേഷം 2 തവണ എന്നെ നേരിട്ട് വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം ഷൈനി വളരെ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇവിടം വരെ എത്തും എന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ഈ നോബിയുടെ പ്രവർത്തികൾ മാത്രമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ട്? വേറെ എന്തെങ്കിലും ഘടകങ്ങളാണ്? അവരുടെ വീട്ടുകാരെല്ലാവരും ഇതിനകത്ത് തുല്യ പങ്കാളികളാണ്. കാരണം ഇങ്ങനെ ഒരു ഭവനത്തിൽ ഇങ്ങനെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ, കാരണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കുടുംബ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ അതിനെയൊക്കെ കാരണവന്മാരുടെ ഭാഗത്തു നിന്ന് അത് തിരുത്തലുകൾ നടത്തി നല്ല രീതിയിൽ അവർ മുമ്പോട്ട് പോയാൽ ഇങ്ങനെ ഒരു വീഴ്ച ആ കുടുംബത്തിന് സംഭവിക്കുകയില്ലായിരുന്നു. ഈ സംഭവത്തിന് ശേഷം നിങ്ങൾ ആരെങ്കിലും അവരുടെ വീട്ടുകാരായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? ഇല്ല. ഞങ്ങൾ അവരുടെ വീട്ടുകാരായിട്ട് ഇതിനു മുമ്പും ഇതിന് ശേഷവും ഞങ്ങൾ ആരും അങ്ങോട്ട്. ഷൈനി ഏറ്റുമാനൂരേക്ക് പോയ ശേഷം സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ വീട്ടുകാരുമായിട്ട് നിങ്ങൾ? നോബിയുടെ കുടുംബക്കാരുമായിട്ട് ഞങ്ങൾ ആരും സംസാരിക്കാറില്ല. ഷൈനിയെ വിളിക്കാറുണ്ടായിരുന്നു. ഷൈനി 2 തവണ ഫോണെടുത്ത് ഈ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അറിയിച്ചുകൊണ്ടായിരുന്നേ. ഞങ്ങൾ ഈ ചുങ്ക ഇടവകയിലെ ഞങ്ങൾ 3-ാം വാർഡ്, കൂടാരയോഗത്തിലെ 3-ാം വാർഡിൽ സെക്രട്ടറി ആയിരുന്നു ഷൈനി. അപ്പം ഞങ്ങളുടെ വാർഡിലെ സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു ദുരന്തം വന്നു. അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ കൂടാരയോഗം എന്നുള്ള നിലയിലല്ല, ഞങ്ങളിങ്ങനെ കൂടാരയോഗം മുന്നിട്ടിറങ്ങി. പക്ഷേ ഇടവക്കാരൊന്നടങ്കം ഈ പരിപാടിയിൽ ഞങ്ങൾക്കൊപ്പം കൂടി നിന്നു. പള്ളിയിൽ നിന്നൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതായത് അച്ഛനോടൊക്കെ സംസാരിച്ചപ്പോൾ പലതവണ അച്ഛൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണോ അവസാനമായപ്പം ഷൈനിക്കും ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു താല്പര്യം ഷൈനി എടുത്തില്ല. കാരണം ഇവിടെ നടക്കുന്ന പീഡനങ്ങൾ ഷൈനി നന്നായിട്ട് മനസ്സിലാക്കി അനുഭവിച്ച് മുമ്പോട്ട് പോയ ഒരാളാണല്ലോ. ഇനി തിരിച്ചിങ്ങോട്ട് വന്നാൽ അവൾ അതിലും കഠിനമായ അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കി അവൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായില്ല. മോഹഭാഗമായിരുന്നു അവൾക്ക്. പക്ഷെ അവൾ ഇത്ര വിഷമം അനുഭവിക്കുന്നുണ്ട് നമുക്ക് ആർക്കും അറിയാൻ മേലായിരുന്നു. ഇടയ്ക്ക് വരുമായിരുന്നു, അത്യാവശ്യം കാണുമ്പോൾ അടുത്ത് കാണുമ്പോൾ മാത്രം മിണ്ടുമായിരുന്നുള്ളൂ. അവള് എനിക്കറിയായിരുന്നു അവിടെ അപ്പൻ്റെ പെങ്ങളെ എൻ്റെ ചാച്ചൻ്റെ അനിയൻ്റെ മകളെയാണ് കെട്ടിയേക്കുന്നത്. അവിടെ അപ്പൻ്റെ പെങ്ങളെ എൻ്റെ ചാച്ചൻ്റെ അനിയൻ്റെ മകനാണ് കെട്ടിയേക്കുന്നത്. അപ്പോൾ ഈ കല്യാണം എനിക്കറിയായിരുന്നു അവളെ. അതുകൊണ്ട് അങ്ങനെ പാവം പെണ്ണായിരുന്നു.
നമുക്കതൊരു പിള്ളേരെ കൊണ്ടൊരു ജീവിക്കാനൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഈ പണി ചെയ്യുമായിരുന്നു. ഇല്ല ഇതിൽ ചിലവിന് കൊടുക്കുക എന്തെങ്കിലും ചെയ്തായിരുന്നു. നീതി നടക്കണം നമുക്ക് വേണ്ടിയിട്ട്. ഈ പിള്ളേരെ കൊണ്ട് നീതി കിട്ടണം. കേസ് ഷൈനി മിണ്ടാറുണ്ടായിരുന്നു അമ്മേ കാണുമ്പോൾ? എന്നാ ചോദിക്കുന്നത് ഇവിടെ? അല്ല അവളെ എന്തെങ്കിലും വിശേഷമൊക്കെ ചോദിക്കും, അത്രേ ഉള്ളൂ. വേറെ ഒത്തിരിയൊന്നും മിണ്ടാറില്ല അവള്. പിന്നെ അടുത്ത് കാണുമ്പോൾ മാത്രം ഇച്ചിരി എന്തെങ്കിലുമൊക്കെ മിണ്ടും. കൂടാതെ പണത്തൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ മിണ്ടാറുള്ളൂ അവള്. സ്കൂട്ടറിൽ ഇങ്ങനെ വീണ്ടും വാക്കുകൾ പാഞ്ഞു പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നീതി കിട്ടണം, അവർക്ക് നീതി കിട്ടണം. ഇതേ കുറ്റക്കാരായവരെ ശിക്ഷിക്കപ്പെടണം, അത്രേ ഉള്ളൂ. എല്ലാവർക്കും കേസെടുത്ത് കുറ്റക്കാരായവരെ ശിക്ഷിക്കപ്പെടണം, അത്രേ ഉള്ളൂ. ഷൈനി 2 പ്രാവശ്യം തൊടുപെട്ടേഷ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, പക്ഷേ അന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ മേല. പക്ഷെ അങ്ങനെ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയുന്ന കേട്ടോ. ശിക്ഷ പോയി ഇവിടെ ഇവിടുന്ന് 9 മാസം മുമ്പ് പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞു ഇവർക്ക് ചതയും വടിയും പിടക്കമൊക്കെ ഉണ്ടാകുന്നുള്ളത് ഞാൻ അറിയും. അതിന് മുമ്പ് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ആരോടും അവളങ്ങനെ പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാരം ഇടവകയുടെ ഭാഗത്തു നിന്നാണേലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണേലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായേനല്ലേ?